ഹായ് ഓൾ, വെൽക്കം ടു ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂ. ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ വന്ന ടോപ്പിക് എൻഡോക്രൈൻ സിസ്റ്റം ആണ്. ഇത് നിങ്ങൾക്ക് എക്സാമിൽ 15 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന്റെയോ 2 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പം ഞാനിതിൽ അധികം ടേബിൾ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഹോർമോണും ഫംഗ്ഷനും ഡിസോർഡർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹോർമോൺ ടേബിൾ ഫോർമാറ്റിലാണെങ്കിൽ നീറ്റ് ആയിരിക്കും, വായിക്കാൻ ഈസി ആയിരിക്കും. ഇനി നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ പറ്റി നോക്കാം. The endocrine system consists of ductless glands which secrete hormone directly into circulation. These hormones regulate various body functions such as growth, metabolism and reproduction. Endocrine system consists of ductless glands. ഇതിന് ഈ ഗ്ലാൻസിന് ഡക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഹോർമോൺ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷനിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹോർമോൺ ബോഡിയുടെ പല പാർട്സിൽ പോയിട്ട് ഗ്രോത്ത്, മെറ്റബോളിസം, റീപ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ഈ ഹോർമോൺ ഈസ് ഡിഫൈൻഡ് ആസ് എ സെക്രീഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു എ സൈറ്റ് ഡിസ്റ്റന്റ് ഫ്രം ഇറ്റ്സ് ഒറിജിൻ where it produces its action. എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ ആണ് ഹോർമോൺ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്തും ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ നടക്കുന്നത് ബോഡിയിലെ വേറൊരു സ്ഥലത്തുമാണ്. ഇനി നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ 8 മെയിൻ ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് ഉള്ളത്. നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഈ 8 എണ്ണവും നമ്മൾ ലിസ്റ്റ് ചെയ്യണം ആദ്യം. ഇനി അടുത്ത നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ആണ്. ഈ ഗ്ലാൻഡ് ആണ് നമ്മുടെ ബോഡിയിലെ ഒട്ടുമിക്ക വേറെ ഗ്ലാൻഡിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലൊക്കേഷൻ base of the brain below the hypothalamus in a bony cavity called sella turcica. ഹൈപ്പോതലാമസിന്റെ താഴെയായിട്ട് ബ്രെയിനിന്റെ ബേസിൽ ഒരു സ്പിനോട്ട് ബോണിന്റെ ഒരു ബോണി ക്യാവിറ്റിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഇതിന് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിന് 2 പാർട്ടാണുള്ളത്, ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും. ആന്റീരിയർ ലോബിന് അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും പോസ്റ്റീരിയർ ലോബിന് ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നും പറയുന്നു. ഈ 2 ലോബും കണക്ട് ചെയ്യുന്ന ഒരു മിഡിൽ പാർട്ട് ഉണ്ട്, അതാണ് പാഴ്സ് ഇന്റർമീഡിയ. ഇനി അടുത്തത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ 6 മെയിൻ ഹോർമോൺ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഗ്രോത്ത് ഹോർമോൺ. ഇത് ഗ്രോത്തിനെയും ബോണിന്റെയും മസിലിന്റെയും ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH. തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി കമാൻഡ് കൊടുക്കുന്നത് ഈ TSH ഹോർമോൺ ആണ്. ഇനി അടുത്ത ഹോർമോൺ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH. അഡ്രിനാൽ കോർട്ടക്സിന് കോർട്ടിസോൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ACTH ആണ്. ഇനി അടുത്തത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ആൻഡ് സ്പേം. ഫീമെയിൽസിൽ ഒവേറിയൻ ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റും മെയിൽസിൽ സ്പേം ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ FSH ഹോർമോൺ ആണ്. ഇനി അടുത്തത് ലൂട്ടനൈസിങ് ഹോർമോൺ. ഓവുലേഷനിലും സെക്സ് ഹോർമോൺ സെക്രീഷനിലും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലൂട്ടനൈസിങ് ഹോർമോൺ ആണ്. നെക്സ്റ്റ് ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ അല്ലെങ്കിൽ ലൂട്ടോട്രോപിക് ഹോർമോൺ. ചൈൽഡ് ബർത്തിന് ശേഷം മിൽക്ക് പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ. ഇനി അടുത്തത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസ് നോക്കാം. ഇത് ശരിക്കും ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓക്സിറ്റോക്സിൻ. ചൈൽഡ് ബർത്തിന്റെ സമയത്ത് യൂട്രസിന് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് ഈ ഹോർമോണിന്റെ ഹെൽപ്പിലാണ്. ചൈൽഡ് ബർത്തിന് ശേഷം മിൽക്ക് ഇജക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതും ഓക്സിറ്റോക്സിൻ ആണ്. പ്രൊലാക്റ്റിൻ മിൽക്ക് പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുകയും ഓക്സിറ്റോക്സിൻ മിൽക്ക് ഇജക്ഷനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്ത വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ.
നമ്മുടെ ബോഡിയിലെ യൂറിൻ ഔട്ട്പുട്ട് കുറയ്ക്കുക, അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഒരുപാട് വാട്ടർ ലോസ് സംഭവിക്കുന്നില്ല. നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് ഈ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഇനി അടുത്ത ഈ ഹോർമോണിന്റെ ഇംബാലൻസ് നോക്കാം. ഗ്രോത്ത് ഹോർമോൺ ചൈൽഡ്ഹുഡിൽ ഡെഫിഷ്യന്റ് ആണെങ്കിൽ കുട്ടി എപ്പോഴും ചെറുതായിട്ട് തന്നെ ഇരിക്കും, വളരത്തില്ല. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഡാർഫിസം. ഇനി ഗ്രോത്ത് ഹോർമോൺ ചിൽഡ്രനിൽ എക്സസ് ആണെങ്കിൽ സാധാരണ പിള്ളേരെക്കാളും അധികമായിട്ട് ആ പിള്ളേർക്ക് വളർച്ച ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ജൈജാൻഡിസം. ഇനി അഡൽട്സിലാണ് ഈ ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആവുന്നതെങ്കിൽ അവരുടെ ബോണും സോഫ്റ്റ് ടിഷ്യൂസും മാത്രം എൻലാർജ് ചെയ്യും. ആ കണ്ടീഷനെ പറയുന്നതാണ് അക്രോമെഗാലി. ഇനി വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് ഡെഫിഷ്യന്റ് എങ്കിൽ ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പം ഈ വാട്ടർ ബാലൻസിന് കൺട്രോൾ ഇല്ലാതെ വരുമ്പോൾ എക്സസ് ആയിട്ടുള്ള യൂറിൻ പുറത്തു പോയാൽ ബോഡിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഡാർഫിസം, അക്രോമഗാലിയിൽ ഉണ്ടാവുന്നത് ജൈജാൻഡിസം. ഇനി അടുത്തത് നമ്മുടെ ബോഡിയിലെ ഒരു ഇമ്പോർട്ടന്റ് ഗ്ലാൻഡ് ആയിട്ടുള്ള തൈറോയിഡിനെ പറ്റി നോക്കാം. ഇതിന്റെ ലൊക്കേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി നെക്ക്, ബിലോ ദ ലാരിങ്സ്, ബോത്ത് സൈഡ് ഓഫ് ട്രക്കിയ ആൻഡ് ഹാസ് 2 lobes കണക്റ്റഡ് ബൈ ഇസ്റ്റമസ്. നെക്കിന്റെ ഫ്രണ്ടിൽ, ലാരിങ്സിന്റെ താഴെയായിട്ട് ട്രക്കിയുടെ 2 സൈഡിൽ കാണപ്പെടുന്നതാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡ്. ഇതിനെ കണക്ട് ചെയ്യുന്നത് ഒരു ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഇസ്റ്റമസ് ആണ്. ഇതിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ മെയ്ഡപ്പ് ഓഫ് സ്മോൾ സോക്സ് കാൾഡ് ഫോളിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ കൊളോയിഡ്. ദ കൊളോയിഡ് സ്റ്റോർ തൈറോയിഡ് ഹോർമോൺ ആൻഡ് റിലീസസ് വെൻ ഇറ്റ്സ് നീഡഡ്. ഈ തൈറോയിഡ് ഹോർമോൺ ചെറിയ ചെറിയ സാക്ക് ആയിട്ടുള്ള ഫോളിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോളിക്കിൾസിന്റെ അകത്ത് ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള കൊളോയിഡ് പ്രസന്റ് ആയിട്ടുണ്ട്. ഈ കൊളോയിഡിനകത്താണ് ഈ തൈറോയിഡ് ഹോർമോൺ ഇനാക്റ്റീവ് ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അതിന് ആവശ്യമുള്ളപ്പം റിലീസ് ചെയ്യുന്നതുമാണ്. ഇനി അടുത്ത ഇതിന്റെ ഹോർമോൺസും ഫങ്ഷൻസും നോക്കാം. മെയിൻ ആയിട്ടും തൈറോയിഡിന് 3 ഹോർമോൺ ആണുള്ളത്: തൈറോക്സിനും, ട്രൈഐഡോ തൈറോണിനും, കാൽസിറ്റോണിനും. ഈ തൈറോക്സിനും ട്രൈഐഡോ തൈറോണിനും റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനൊക്കെ ഫാസ്റ്റ് ആവുന്നു. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം ആക്റ്റീവായിട്ട് നടക്കുന്നത്. ഈ ഇൻക്രീസ് അബ്സോർപ്ഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഫുഡിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ ഇൻഡസ്ട്രീനെ ഹെൽപ്പ് ചെയ്യുകയും അബ്സോർബ് ചെയ്ത ഗ്ലൂക്കോസിനെ സെൽസ് യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഹോർമോൺ ആണ്. ഈ എൻഹാൻസ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് എനർജി പ്രൊഡക്ഷൻ. അതായത് സ്റ്റോർഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുകയും അതിനെ എനർജി ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. പ്രൊമോട്ട് പ്രോട്ടീൻ സിന്തസിസ്. ബോഡിയിൽ ഗ്രോത്തിനും ടിഷ്യൂ റിപ്പയറിനും ആവശ്യമായിട്ടുള്ള പ്രോട്ടീന്റെ സിന്തസിസും ഈ ഹോർമോൺസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ. ബോഡിയിൽ ആക്റ്റീവായിട്ട് മെറ്റബോളിസം നടക്കുന്നതുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ നോർമൽ ഇതിൽ കൺട്രോൾ ഇതായി പോകാൻ പറ്റുന്നുണ്ട്. എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പ്രത്യേകിച്ച് ചിൽഡ്രൻസിൽ ഗ്രോത്ത്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് ഈ T3യും T4ഉം. ഇനി അടുത്തത് സപ്പോർട്ട് മെന്റൽ അലേർട്ട്നെസ് ആൻഡ് നെർവ് ഫങ്ഷൻ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി, നെർവ് ഫങ്ഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഹോർമോൺ ആണ്. ഇനി അടുത്തത് കാൽസിറ്റോണിൻ. ലോവേഴ്സ് കാൽസ്യം ഇൻ ബ്ലഡ് ആൻഡ് ഡിപ്പോസിറ്റിംഗ് കാൽസ്യം ഇൻ ബോൺസ്. ബ്ലഡിലുള്ള എക്സ്ട്രാ കാൽസ്യം ബോണിൽ സ്റ്റോർ ചെയ്തിട്ട് ബ്ലഡിലുള്ള കാൽസ്യം ലെവലിനെ നോർമൽ ആക്കുന്നത് ഈ കാൽസിറ്റോണിൻ ആണ്. ഇനി അടുത്ത തൈറോയിഡ് ഗ്ലാൻഡ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഗോയിറ്റർ. തൈറോയിഡ് ഗ്ലാൻഡിന് ആവശ്യത്തിനുള്ള അയഡിൻ കിട്ടിയില്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന് സ്വെല്ലിംഗ് ഉണ്ടാവും.
ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ഗോയിറ്റർ. ഇനി അടുത്തത് ക്രെറ്റിനിസം. തൈറോക്സിൻ കുട്ടികളിൽ അളവ് കുറവായിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ക്രെറ്റിനിസം. ഇനി അഡൽട്സിലാണ് തൈറോക്സിന്റെ ഡെഫിഷ്യൻസി എങ്കിൽ അവർ ഒബീസ് ആയിരിക്കും, അവരുടെ ബോഡി എപ്പോഴും ഭയങ്കര വീക്ക് ആയിരിക്കും. ആ കണ്ടീഷനാണ് മിക്സോഡിമ. ഇനി അടുത്തത് എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്. തൈറോക്സിൻ കൂടുതലായിട്ട് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡപ്പ് ആവും. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടും, വെയിറ്റ് ലോസ് ഉണ്ടാവും, നെർവസ്നെസ്, ബൾജിങ് ഐബോള്, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇനി അടുത്തത് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഫോർ സ്മോൾ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ തൈറോയിഡ്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ പിന്നിലായിട്ട് കാണപ്പെടുന്ന 4 ചെറിയ ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് പാരാതോർമോൺ അല്ലെങ്കിൽ PTH. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസസ് കാൽസ്യം ലെവൽ ഇൻ ബ്ലഡ് ബൈ ആക്ടിങ് ഓൺ ബോൺസ്, കിഡ്നീസ് ആൻഡ് ഇൻഡസ്റ്റൈൻ. ഇത് നേരത്തെ പറഞ്ഞ കാൽസിറ്റോണിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. കാൽസിറ്റോണിൻ ബ്ലഡിലെ എക്സസ് ആയിട്ടുള്ള കാൽസ്യത്തിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് ബ്ലഡില് കാൽസ്യം ലെവൽ കുറയുമ്പം ബ്ലഡിലെ കാൽസ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് 3 ഓർഗൻസിൽ ആക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ബോണിലും കിഡ്നിയിലും ഇൻഡസ്റ്റൈനിലും. ഇനി പാരാതോർമോണിന്റെ ഇംബാലൻസ് സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരാതോർമോൺ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നതെങ്കിൽ ബോഡിയിലെ കാൽസ്യം കുറയും. അപ്പം ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽ ക്രാമ്പ് ഒക്കെ ഉണ്ടാവും. ആ കണ്ടീഷനാണ് ടെറ്റനി. ഇനി പാരാതോർമോൺ എക്സസ് ആയിട്ടാണ് ബോഡിയിലുള്ളതെങ്കിൽ ഹൈപ്പർ കാൽസീമിയ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പം കാണിക്കുന്ന സിംറ്റം ആണ് പേഷ്യന്റിന് ബോൺ പെയിനും കിഡ്നി പെയിനും ഒക്കെ ഉണ്ടാവും. ഇനി അടുത്ത ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഇതിനെ സുപ്രാറീനൽ ഗ്ലാൻഡ് എന്നും പറയും. ലൊക്കേഷൻ: adrenal glands are 2 in number situated on the top of each kidney. 2 കിഡ്നിയുടെ മേളിൽ ഓരോന്ന് കാണപ്പെടും. ഇതിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇത് 2 പാർട്ടായിട്ടാണുള്ളത്, ഒരു ഇന്നർ മെഡുല്ലയും ഔട്ടർ കോർട്ടെക്സും. ഇതിന്റെ ഹോർമോൺസും ഫങ്ഷൻസും. ആദ്യം അഡ്രിനൽ കോർട്ടെക്സിന്റെ ഹോർമോണാണ്. മെയിൻ ആയിട്ട് 3 ഹോർമോൺസ് ആണുള്ളത്: ആൽഡോസ്റ്റിറോണും കോർട്ടിസോളും സെക്സ് ഹോർമോണും. ഇതിൽ ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ സോൾട്ട് ആൻഡ് വാട്ടർ ബാലൻസ്. ബോഡിയിൽ സോഡിയം പൊട്ടാസ്യം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും വാട്ടർ റിട്ടൻഷൻ കൺട്രോൾ ചെയ്യുകയാണ് ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത്. ഇനി അടുത്ത് കോർട്ടിസോള്. നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോള്. ഇത് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, ഇഞ്ചറി, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഈ കോർട്ടിസോള്. പിന്നെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ മെറ്റബോളിസത്തിലെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോർട്ടിസോള്. ഇനി അടുത്തത് അഡ്രിനൽ കോർട്ടെക്സിന്റെ വേറെ ഹോർമോൺ സെക്സ് ഹോർമോൺ. ഇതൊരു സ്മോൾ എമൗണ്ടിൽ മാത്രമേ അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അഡ്രിനാൽ മെഡുല്ലയുടെ ഹോർമോണാണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു പട്ടിയൊക്കെ ഇട്ട് നമ്മളിപ്പോ പേടിക്കുന്ന സമയത്ത്, എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്.
നമ്മുടെ ഒരു എമർജൻസി ആയിട്ടുള്ള സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എനർജി തരുന്ന ഹോർമോൺ ആണ് ഇത്. ആ സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവും, ബ്ലഡ് പ്രഷറും പിന്നെ എമർജൻസി സമയത്ത് നമുക്ക് എനർജി തരുന്നതും ആയിട്ടുള്ള ഹോർമോൺ ആണ് ഈ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ. ഇനി അടുത്തത് ഇതിന് ഡിസോർഡേഴ്സ് ആണ്. അഡ്രിനാൽ കോർട്ടെക്സ് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ആഡിസൺ ഡിസീസ്. കോർട്ടിസോൾ കുറയുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ക്ഷീണം ഉണ്ടാവും, BP ലോ ആകും, പിഗ്മെന്റേഷനും ഉണ്ടാവും. ഈ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിസീസാണ് കുഷിങ് സിൻഡ്രോം. അപ്പം മെറ്റബോളിസം അപ്സെറ്റ് ആവുമ്പം നമ്മുടെ ബോഡിയിൽ ഫാറ്റ് റോങ് പ്ലേസിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോഴാണ് മൂൺ ഫേസ്, ഒബിസിറ്റി, വീക്ക് മസിലൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. ഇനി അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എക്സസ് ആയിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അഡ്രിനാൽ മെഡുല്ലയിൽ ഒരു ട്യൂമർ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ഫിയോക്രോമോസൈറ്റോമ. ഇതിന്റെ സിംറ്റംസ് ആണ് ഹൈപ്പർ ടെൻഷൻ, ഹെഡ് ഏക്ക്, എക്സസീവ് സെറ്റിങ്, പാൽപിറ്റേഷൻസ്, ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും. നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ലെസ് ആണെങ്കിൽ ആഡിസൺ ഡിസീസും, കോർട്ടിസോൾ എക്സസ് ആണെങ്കിൽ കുഷിങ് സിൻഡ്രോം ആണ് ഉണ്ടാകുന്നത്. അഡ്രിനാൽ ആണ് അധികമായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അഡ്രിനാൽ മെഡുല്ലയിൽ ഒരു ട്യൂമർ ഉണ്ടാവും, ഫിയോക്രോമോസൈറ്റോമ. അപ്പൊ നമുക്ക് ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇനി റിമൈനിങ് പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.